Hello dears, today we are going to see another learning theory which is known as meaningful verbal learning theory. It's put forward by David Paul Usbel. This theory is also known as reception learning theory. Another name was subsumption theory. It's also known as expository learning theory. There are so many alternative names for this theory. It's put forward by David Paul Usbel. Usbel's period is from 1918 to 2008. He was an American psychologist. He did his PhD from Columbia University in 1950 and his area of research was developmental psychology. Usbel, he was influenced by Jean Piaget. ജീൻ പിയാഷെയുടെ സ്കീമ എന്ന ആശയം, അതേപോലെ അസിമിലേഷൻ, അക്കോമഡേഷൻ തുടങ്ങിയ ആശയങ്ങളിലൊക്കെ വളരെയധികം ആകൃഷ്ടനായ ഒരു വ്യക്തിയാണ് ഡേവിഡ് ഉസ്ബെൽ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾക്ക് ബ്രൂണറുടെ ആശയങ്ങളുമായും നമുക്ക് സമാന സ്വഭാവം കാണാനായിട്ട് പറ്റും. ഉസ്ബെൽ ആൻഡ് ബ്രൂണർ they both held similar views about hierarchical nature of knowledge. അതായത് ബ്രൂണർ കൺസെപ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. കൺസെപ്റ്റുകൾ, അവയുടെ നേച്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബ്രൂണർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഉസ്ബെലും നോളജിൻ്റെ, അറിവിൻ്റെ ഒരു ഹയറാർക്കിക്കൽ നേച്ചറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ബ്രൂണറുടെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു, ലേണിംഗ് ഈസ് ലേണിംഗ് ടു ലേൺ. ഓരോ ഡിസിപ്ലിനും അതിൻ്റേതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് പ്രധാനം എന്നുള്ളത് ബ്രൂണർ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. അതേപോലെ തന്നെയാണ് ഉസ്ബെലും പറയുന്നത്, ദെയർ ഈസ് എ ഹയറാർക്കിക്കൽ നേച്ചർ ഫോർ നോളജ് എന്നുള്ളതാണ്. ബ്രൂണറിൽ നിന്നും ഉസ്ബെൽ വ്യത്യസ്തനാകുന്നത് ഡിസ്കവറി ലേണിംഗ് എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബ്രൂണർ വളരെ സ്ട്രോങ്ങായി വിശ്വസിച്ചിരുന്നത് ഹ്യൂമൻ ബീയിങ്സിൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഹറൻറ്റ് ആയിട്ടുള്ള ഒരു കഴിവുണ്ട്. അത് കാരണം ആ ഇൻഹറൻ്റ് ആയിട്ടുള്ള ആ മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റിയെ നമ്മൾ നർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ, ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലേണിംഗ് കൂടുതൽ എളുപ്പത്തിൽ സാധ്യമാക്കാമെന്നും അങ്ങനെ അദ്ദേഹം തൻ്റെ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരികയുമാണ് ചെയ്തത്. പക്ഷേ ഉസ്ബെൽ പറയുന്നത് ഡിസ്കവറി ലേണിംഗ് എന്നുള്ളത് മാത്രമല്ല പഠനത്തിന് പറ്റിയ ഒരു മാനദണ്ഡമെന്നും അദ്ദേഹം സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ് വെർബൽ ലേണിംഗ് വഴി നമുക്ക് വിദ്യാർത്ഥികളിൽ പഠനം കൂടുതൽ ഭംഗിയായി നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഡിസ്കവറി പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ബ്രൂണറുമായി ഉസ്ബെൽ വല്ലാതെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണിക്കുന്നത്. അപ്പോൾ ഉസ്ബെലിൻ്റെ അഭിപ്രായ പ്രകാരം വെർബൽ ലേണിംഗ് മെത്തേഡ് ഈസ് മോർ ഇഫക്റ്റീവ് ഇൻ ദ ലേണിംഗ് പ്രോസസ്സ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വെർബൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇത് അത്ര ഭംഗിയായി നടക്കുന്ന ഒരു കാര്യമാണോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെർബൽ ലേണിംഗ് വെറുതെ അല്ല, ഇറ്റ് ഷുഡ് ബി മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്. വെർബൽ ലേണിംഗ് ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ എ മീനിങ്ഫുൾ വേ. എങ്ങനെയാണ് വെർബൽ ലേണിംഗ് ഒരു മീനിങ്ഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? വെർബൽ ലേണിംഗ് മീനിങ്ഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണമാണ് ഉസ്ബെലിൻ്റെ ലേണിംഗ് തിയറി, അതായത് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് റിസെപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത്? വെർബൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദ ലേണർ ഈസ് റിസീവിങ് ദ നോളജ് അല്ലേ. ലേണർ ടീച്ചർ പറയുന്ന, വെർബലായി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വായനയിലൂടെ റിട്ടണായി കിട്ടിയ ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഓറലി കേൾക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ കിട്ടുന്ന, അവന് വെർബലായി കിട്ടുന്ന ഇൻഫർമേഷനെ അവൻ റിസീവ് ചെയ്യാണ്. സോ ഇറ്റ്സ് നോൺ ആസ് റിസെപ്ഷൻ ലേണിംഗ്. മറ്റൊരു പേരാണ് സബ്സംഷൻ തിയോറി എന്നുള്ള പേര്. ആ ഒരു നെയിമിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പതുക്കെ കാണാം. അപ്പോൾ ഇദ്ദേഹം ലേണിങ്ങിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഉസ്ബെൽ ക്ലാസിഫൈസ് ലേണിംഗ് ഇൻ ടു 2 types, റോട്ട് ലേണിംഗ് ആൻഡ് മീനിങ്ഫുൾ ലേണിംഗ്. റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, പരസ്പര ബന്ധങ്ങൾ മനസ്സിലാക്കാതെ, അതിൻ്റെ ഒരു വിശാലമായ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു തലം മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കുന്നതിനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത് റോട്ട് ലേണിങ്ങിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. പല ശ്ലോകങ്ങളും നമ്മൾ കാണാതെ പഠിച്ചത്
റോട്ട് ലേണിങ്ങിന് ഉദാഹരണമായിട്ട് പറയാം. നമുക്ക് വ്യക്തമായൊരു ബോധം ഒന്നും ഇല്ല എങ്കിലും നമ്മളത് നല്ല പച്ചവെള്ളം പോലെ പഠിച്ചു. ദാറ്റ് ഇസ് റോട്ട് ലേണിംഗ്. രണ്ടാമത്തെ ഒരു വിഭാഗം ലേണിംഗ് എന്ന് അദ്ദേഹം പറയുന്നത് മീനിങ് ഫുൾ ലേണിങ്ങിനെയാണ്. കാര്യകാരണ ബന്ധങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ആപ്ലിക്കേഷനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി ഡേ ടു ഡേ ലൈഫിൽ അതെങ്ങനെയൊക്കെ സാധ്യമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് അദ്ദേഹം മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധം മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ പുതിയ അറിവിനെ പഴയ അറിവുമായി ലിങ്ക് ചെയ്യണം. The new knowledge should be effectively linked with the previous knowledge. കുട്ടിയുടെ മുൻ അറിവുകളുമായി പുതിയതായി പഠിക്കാനുള്ള ആശയങ്ങളെ അർത്ഥവത്തായ രീതിയിൽ പ്രോപ്പറായി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, അവ തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ മീനിങ് ഫുൾ ലേണിംഗ് നടക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലേണിംഗ് മീനിങ് ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഉസ്ബലിൻ്റെ അഭിപ്രായത്തിൽ ദ ന്യൂ നോളജ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് ദ പ്രീവിയസ് നോളജ് എന്നുള്ളതാണ്. അപ്പോൾ ടു ലേൺ മീനിങ് ഫുള്ളി വി ഹാവ് ടു റിലേറ്റ് ദ ന്യൂ നോളജ് ടു പ്രീവിയസ് നോളജ്. ഇതാണ് ഈ ഒരു തിയറിയുടെ ഏറ്റവും കോർ ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ നോളജ് ഇസ് ഹയറാർക്കിക്കലി ഓർഗനൈസ്ഡ്. ആ അറിവിനെ നമ്മൾ അതിൻ്റെ പ്രോപ്പർ ഹയറാർക്കിയിൽ ഓർഗനൈസ് ചെയ്ത് വളരെ മീനിങ് ഫുള്ളായി പ്രസൻറ്റ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് നോളജുമായി കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേണിംഗ് മീനിങ് ഫുൾ ആകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് കൺസെപ്റ്റ്സ്. ഹയറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആശയങ്ങളുടെ ഒരു ശൃംഖലയാണ് ലേണിംഗ്, അല്ലെങ്കിൽ ആ ഒരു ശൃംഖല ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ദ നോളജ് ഷുഡ് ബി arranged hierarchically, it should be clear and purposefully organized എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ സബ്സംഷൻ തിയറി എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സബ്സംഷൻ തിയറി, അതായത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിവിജ്വലിൻ്റെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ബേസിക് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാണ്. അതായത് പുതിയ നോളജിനെ സ്വാംശീകരിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ പോലെ ആക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നോളജിനെ പഴയ നോളജുമായി ലിങ്ക് ചെയ്യുമ്പോൾ പഴയ നോളജ് പുതിയ നോളജിനെ സബ്സ്യൂം ചെയ്യാണ്. ദ ന്യൂ നോളജ് ഷുഡ് ബി സബ്സ്യൂംഡ് ബൈ ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പം നമ്മൾ പുതിയ നോളജിനെ എങ്ങനെയായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടുന്നത്? അത് സിസ്റ്റമാറ്റിക്കായി ക്ലിയറായി ഓർഗനൈസ് ചെയ്തുകൊണ്ട് പഴയ കോഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ കുട്ടിയുടെ എക്സിസ്റ്റിംഗ് നോളജിന് പുതിയ നോളജിനെ സബ്സ്യൂം ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ പുതിയ അറിവ് പ്രദാനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒസ്ബൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ന്യൂ നോളജിനെ സബ്സ്യൂം ചെയ്യുന്ന പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ദി എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ സബ്സ്യൂംസ് ദ ന്യൂ നോളജ്. അതുകൊണ്ടാണ് ഇതിനെ സബ്സംഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സബ്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ന്യൂ മെറ്റീരിയൽ ഈസ് റിലേറ്റഡ് ടു റെലവൻറ്റ് ഐഡിയാസ് ഇൻ ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ദാറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് subsumption. The process of subsumption, it is the process by which the new material is related to relevant ideas in the existing cognitive structure. കുട്ടിയുടെ നിലവിലുള്ള ബൗദ്ധിക മണ്ഡലത്തിൽ ദിഷണാമണ്ഡലത്തിലേക്ക് പുതിയ അറിവുകളെ റിലേറ്റ് ചെയ്യുന്നു. നിലവിലുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ ഐഡിയാസിനെ അല്ലെങ്കിൽ പുതിയ നോളജിനെ പുതിയ ലേണിംഗ് മെറ്റീരിയലിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു. ആ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂ നോളജ് ഈസ് സബ്സ്യൂംഡ് ബൈ ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സബ്സംഷൻ. അപ്പോൾ ഈ സബ്സംഷൻ നടത്താൻ വേണ്ടി, അതായത് പുതിയ അറിവിനെ കുട്ടിയുടെ പഴയ അറിവുമായി കൂട്ടിയിണക്കാൻ അല്ലെങ്കിൽ കുട്ടിയുടെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ പുതിയ അറിവിനെ സബ്സ്യൂം ചെയ്യാൻ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? അവിടെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അടുത്ത കൺസെപ്റ്റ്, അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ആശയമാണ് ഒരു സബ്സ്യൂമിങ് ബ്രിഡ്ജായി ആക്ട് ചെയ്യുന്നത്.
അതായത് പഴയ അറിവിനെയും പുതിയ അറിവിനെയും വളരെ ഇഫക്റ്റീവായി റിലേറ്റ് ചെയ്യാൻ വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്തൊക്കെയാകാം? അതൊരു ചോദ്യമാകാം, ഒരു ഉദാഹരണമാകാം, കുട്ടിക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സംഭവമാകാം, എന്തുമാകാം, ഒരു ബോഡി ഓഫ് നോളജ് ആകാം. അങ്ങനെ കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ അറിവിനെ സന്നിവേശിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സങ്കേതത്തെയും നമുക്ക് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വിളിക്കാം. ആ പേരിൽ തന്നെയുണ്ട്, വി ആർ ഓർഗനൈസിങ്. വാട്ട് വി ആർ ഓർഗനൈസിങ്? വി ആർ ഓർഗനൈസിങ് ദ ന്യൂ നോളജ്. വി ആർ ഓർഗനൈസിങ് ദ ന്യൂ നോളജ് ഇൻ അഡ്വാൻസ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് പുതിയ നോളജിനെ ഓർഗനൈസ് ചെയ്യുകയാണ്. ഫോർ വാട്ട്? in order to relate it to the existing knowledge, or in order to make it to get subsumed to the existing cognitive structure. കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് സബ്സ്യൂം ചെയ്യത്തക്ക വിധത്തിൽ പുതിയ അറിവിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. വി ആർ ഓർഗനൈസിങ് ഇൻ അഡ്വാൻസ്. അതിനുപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. ദീസ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ആക്ട്സ് ആസ് എ സബ്സ്യൂമിംഗ് ബ്രിഡ്ജ് between the new learning material and the existing related ideas എന്നുള്ളതാണ് ഓസ്ബലിൻ്റെ തിയറി പറയുന്നത്. ഈ അഡ്വാൻസ് ഓർഗനൈസേഴ്സ് രണ്ട് തരത്തിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സും കമ്പാരേറ്റീവ് ഓർഗനൈസേഴ്സും. നമുക്ക് ചില റെഫറൻസുകളിൽ ഇത് രണ്ടിലധികമായിട്ടും കാണാം. എക്സ്പോസിറ്ററി ആൻഡ് കമ്പാരേറ്റീവ് എന്ന് മാത്രമല്ല, നറേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ, സ്കിമ്മിങ് അഡ്വാൻസ് ഓർഗനൈസർ, ഗ്രാഫിക് ഓർഗനൈസേഴ്സ് എന്നിങ്ങനെയുള്ള വിവിധ തരം ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്കൊരു ബി.എഡ് ലെവലിൽ രണ്ടായിട്ട് മാത്രം അറിയാം, എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ് എന്നും കമ്പാരേറ്റീവ് ഓർഗനൈസേഴ്സ് എന്നും. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഈ പേരുകളൊന്ന് ഓർക്കുക. നറേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഉണ്ട്, സ്കിമ്മിങ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഉണ്ട്, അതേപോലെ ഗ്രാഫിക് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ്? എന്താണ് കമ്പാരേറ്റീവ് ഓർഗനൈസേഴ്സ്? നമ്മളൊരു പുതിയ ലേണിംഗ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ രണ്ട് തരത്തിലാണ് അവിടെ കാര്യങ്ങൾ സംഭവിക്കുക. ഒന്നുകിൽ കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തോട് പുതിയ കാര്യത്തെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ പുതിയ ഒരാശയത്തെ, കുട്ടിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരാശയത്തെ നമ്മൾ വളരെ വിശദമായി വളരെ വിദൂര സാധ്യതയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കും. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കമ്പാരേറ്റീവ് ഓർഗനൈസേഴ്സ് എന്താണെന്ന് കാണാം. ഓൾറെഡി കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യത്തോട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ പഠിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കമ്പാരേറ്റീവ് ഓർഗനൈസേഴ്സ്. വി ആർ മേക്കിംഗ് എക്സ്റ്റേണൽ കണക്ഷൻസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് നോളജ് ദാറ്റ് ഈസ് റെലവൻറ്റ് ടു ദ ന്യൂ നോളജ്. പുതിയ അറിവുമായി വളരെ റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണക്ഷൻ ഉള്ള ഒരു കാര്യവുമായി, കുട്ടിക്കറിയാവുന്ന ഒരു കാര്യവുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കമ്പാരേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ. ദാറ്റ് ഈസ് ദീസ് ടൈപ്പ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ബിൽഡ് കണക്ഷൻ വിത്ത് ദ ന്യൂ നോളജ് ആൻഡ് എക്സിസ്റ്റിംഗ് നോളജ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി അല്ലെങ്കിൽ നമ്മൾ SR ലേണിംഗ് പഠിച്ചു, അതേപോലെ ഓപ്പറാൻഡ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്നും എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് കുട്ടി ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് SR കണക്ഷനുണ്ട്. മറ്റടുത്ത് വരുമ്പോഴേക്ക് R ടൈപ്പ് കണ്ടീഷനിങ് ആണ്. ഇങ്ങനെ നമ്മൾ ഒന്നുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് മറ്റേതിനെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യവുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പുതിയ നോളജിനെ കൊടുക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് കമ്പാരേറ്റീവ് ഓർഗനൈസറിനകത്ത്, അഡ്വാൻസ്ഡ് ഓർഗനൈസറിനകത്ത് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യത്യാസപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ കമ്പാരേറ്റീവ് ഓർഗനൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് എക്സ്പോസിറ്ററി ഓർഗനൈസർ? എക്സ്പോസിറ്ററി ഓർഗനൈസർ എന്ന് പറയുമ്പോൾ ഒരു ലേണിംഗ് തിയറി ആദ്യമായി പഠിക്കുന്ന സമയത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ അവിടെ ലേണിംഗ് തിയറീസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ അറിവിനെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വേണ്ടുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രീ റിക്വസിറ്റുമായി ആ നോളജ്, ആ പ്രീ റിക്വസിറ്റ് അവൈലബിൾ ആണോ, അതുമായിട്ട് നമുക്ക് എങ്ങനെ പുതിയ ഇൻഫർമേഷനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുകയാണ് നമുക്കവിടെ വേണ്ടുന്നത്.
അപ്പോൾ അവിടെ ആവശ്യം വരുന്ന ഒരു പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടിക്ക് അറിയാമോ? അങ്ങനെയാണെങ്കിൽ ആ ലേണിങ്ങുമായി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു അറിവിനെ കൊടുക്കാം? അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് എക്സ്പോസിറ്ററി അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്ന് പറയും. അതായത് ഹിയർ വി ഹാവ് ടു മേക്ക് അപ്രോപ്രിയേറ്റ് പ്രീ റിക്വസിറ്റ് നോളജ് അവൈലബിൾ ടു ദ ലേണർ ബൈ പ്രൊവൈഡിങ് ന്യൂ ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് വി ആർ പ്രൊവൈഡിങ് ന്യൂ നോളജ് ദാറ്റ് സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് the upcoming information, and it's used when the new learning material is unfamiliar to the learner. ലേണർക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് കുട്ടിയുടെ പ്രീവിയസ് അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റുമായി എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ പ്രീ റിക്വസിറ്റ് അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് ആ പ്രീ റിക്വസിറ്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രീ റിക്വസിറ്റ് നോളജുമായിട്ട് എങ്ങനെ പുതിയ ഇൻഫർമേഷനെ കണക്ട് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കും. ഇങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസേഴ്സ്: കമ്പാരിറ്റീവ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ ആൻഡ് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ. എന്താണ് ഈ അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ഉപയോഗങ്ങൾ? അപ്കമിങ് മെറ്റീരിയലിലേക്ക് നമ്മളുടെ അശ്രദ്ധയെ കൊണ്ടുപോകാനായിട്ട് ഈ അഡ്വാൻസ് ഓർഗനൈസർ സഹായിക്കും. അപ്പോൾ ലേണിംഗ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് വി ആർ ഗെറ്റിംഗ് റിമൈൻഡഡ് അബൌട്ട് ദ റെലവൻസ് ഓഫ് പ്രീവിയസ് നോളജ്. ആ ലേണിംഗ് എന്ന് പറയുന്ന കാര്യം, ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻസിനെ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് 2-3 കാര്യങ്ങൾ ഉരുത്തിരിച്ചെടുക്കാം. അതായത് ചിലത് നോളജ് അക്വിസിഷൻ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പറയുന്നു, ചിലത് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ലേണിംഗ് തിയറിയിലേക്ക് വരുമ്പോൾ വി ആർ ഗിവിങ് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ ആൻഡ് വി ആർ റിമൈൻഡിങ് ദ ലേണർ അബൌട്ട് ദ റെലവൻസ് ഓഫ് പ്രീവിയസ് നോളജ് ആൻഡ് വി ആർ ഹൈലൈറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ് ദാറ്റ് വിൽ ബി പ്രസൻറ്റഡ്. നമ്മൾ പുതുതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ഓർഗനൈസർ ഉപയോഗിക്കാം. ഇങ്ങനെ കുട്ടിയിൽ പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ഒരു റെലവൻസ് മനസ്സിലാക്കിക്കുക, അവൻ്റെ ഓർമ്മയെ ഒന്ന് ഉണർത്തുക, അവൻ പുതുതായി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുക, എവിടേക്കാണ് അവൻ്റെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഉറപ്പിക്കുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമ്മൾ സബ്സംഷൻ തിയറി എന്ന് പറഞ്ഞു. എന്താണ് ആ സബ്സംഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? ഈ സബ്സംഷൻ പ്രോസസ്സിൽ സബ്സംഷൻ എന്ന് പറയുന്ന ആ ഡെഫിനിഷൻ ഒന്നുകൂടി ഒന്ന് ഓർക്കുക. ന്യൂ നോളജ് ഈസ് സബ്സ്യൂംഡ് ബൈ ദ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ പുതിയ നോളജിനെ സബ്സ്യൂം ചെയ്യുന്ന പ്രോസസ്സാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള സബ്സംഷനാണുള്ളത്. അതായത് പുതിയ നോളജിനെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് എടുക്കുന്നത് 2 തരത്തിലാണ്. ഇവിടെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പിയാഷയെ ഓർമ്മ വരുന്നുണ്ടാവും. പിയാഷയും പറഞ്ഞത് പുതിയ നോളജ് എങ്ങനെയാണ് കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ പിയാഷയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഒസ്ബലിൽ കാണാം. നമ്മൾ പറഞ്ഞു ഒസ്ബലിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് തന്നെയാണ് ജീൻ പിയാഷെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2 തരത്തിലാണ് സബ്സംഷൻ പ്രോസസ്സ് നടക്കുന്നത്: ഡെറിവേറ്റീവ് സബ്സംഷനും കോറിലേറ്റീവ് സബ്സംഷനും. ഡെറിവേറ്റീവ് സബ്സംഷൻ എന്ന് പറയുമ്പോൾ when new knowledge is derived from already existing knowledge, അതാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിൽ നിന്ന് നമ്മളൊരു പുതിയ നോളജ് ഡെറൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡെറിവേറ്റീവ് സബ്സംഷൻ. വി ആർ ഡെറൈവിങ് ദ ന്യൂ നോളജ് ഫ്രം ദി എക്സിസ്റ്റിംഗ് നോളജ്. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് സബ്സംഷൻ. കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറഞ്ഞാൽ when the new information requires an alteration in the existing knowledge, അതിനെയാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. ന്യൂ മെറ്റീരിയൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓർ എലാബറേഷൻ ഓഫ് വാട്ട് ഈസ് ഓൾറെഡി നോൺ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോറിലേറ്റീവ് സബ്സംഷന് പറയാം, കുട്ടി മാമൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാം, പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്ന ഒരു പുതിയ കാര്യം നമ്മൾ കൊടുക്കുകയാണ്, ന്യൂ നോളജ് നമ്മൾ കൊടുക്കുകയാണ്. വെയിൽ എന്ന് പറയുന്നത് ഒരു മാമലാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് കുട്ടിയുടെ ഒരു ഡിസെക്വിലിബ്രിയം ഉണ്ടാവും. പിയാഷയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡിസെക്വിലിബ്രിയം ഉണ്ടാവും അല്ലേ? എങ്ങനെ ഒരു മത്സ്യത്തിന് എങ്ങനെ ഒരു മാമലാകാൻ പറ്റും? കാരണം കുട്ടി കണ്ടിട്ടുള്ളതെല്ലാം 4 കാലിൽ നടക്കുന്ന മാമൽസിനെയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പുതിയ നോളജിനെ എന്ത് ചെയ്യിക്കണം? സബ്സ്യൂം ചെയ്യിക്കണം.
നമ്മളുടെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് സബ്സ്യൂം ചെയ്യിക്കണം. അങ്ങനെ സബ്സ്യൂം ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ മെറ്റീരിയൽ ഇസ് ആൻ എക്സ്റ്റെൻഷൻ ഓർ എലാബറേഷൻ ഓഫ് വാട്ട് ഇസ് ഓൾറെഡി നോൺ. മാമൽ എന്ന് പറയുന്ന കാര്യം ഓൾറെഡി അറിയാം, അതിലേക്ക് നമ്മളൊരു എക്സ്റ്റെൻഷനായിട്ട് കൊടുക്കുകയാണ് വെയിൽ ഇസ് എ മാമൽ എന്നുള്ള കാര്യം. കോറിലേറ്റീവ് സബ്സംഷൻ ക്ലിയർ ആയല്ലോ. ഡെറിവേറ്റീവ് സബ്സംഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ന്യൂ നോളജ് ഇസ് ഡെറൈവ്ഡ് ഫ്രം ദി എക്സിസ്റ്റിംഗ് നോളജ് എന്നുള്ള കാര്യം. അപ്പോൾ ആനിമൽ എന്നുള്ള അറിയാം, കൗ, ലയൺ ഇതൊക്കെ ആനിമൽസ് ആണ് എന്ന് പറയുന്ന കാര്യം ഡെറിവേറ്റീവ് സബ്സംഷനാണ്. പച്ച ഇലയുള്ള മരങ്ങളെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ അവിടേക്ക് നമ്മൾ കുറേ മരങ്ങളെ കൊടുക്കുന്നതൊക്കെ, അല്ലെങ്കിൽ ഒരു പുതിയ മരം നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവൻ കണ്ടിട്ടില്ലാത്ത ഒരു മരം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് subsumption. When new knowledge is derived, we are deriving the new knowledge from already existing knowledge എന്നുള്ളതാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ. കോറിലേറ്റീവ് സബ്സംഷൻ വരുമ്പോൾ when new information requires an alteration in the existing knowledge or existing cognitive structure, അതിനെയാണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറയുന്നത്. ഹിയർ ന്യൂ മെറ്റീരിയൽ ഇസ് ആൻ എക്സ്റ്റെൻഷൻ ഓർ ഇലാബറേഷൻ ഓഫ് വാട്ട് ഇസ് ഓൾറെഡി നോൺ എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിൽ സബ്സംഷൻ പ്രോസസ്, ഡെറിവേറ്റീവ് സബ്സംഷനും കോറിലേറ്റീവ് സബ്സംഷൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മീനിങ് വെർബൽ ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 4 പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ, ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ, സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് ആൻഡ് കോമ്പിനറ്റോറിയൽ ലേണിംഗ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ. പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ, പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു ഓർഡർ ഉണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഓർഡർ. എന്തിനെക്കുറിച്ചുള്ള ഓർഡർ ആയിരിക്കും? നമ്മളിവിടെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ഓഫ് നോളജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ഓർഡർ ഇൻ വിച്ച് ദ ഇൻഫർമേഷൻ ഇസ് ടു ബി പ്രസൻറ്റഡ്. ഇൻഫർമേഷൻ കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു ഓർഡറിനെ പറ്റിയിട്ടാണ് പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ. ഏത് ഓർഡറിൽ കൊടുത്താലാണ് മീനിങ് വെർബൽ ലേണിംഗ് നടക്കുക? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് ജനറലായിട്ടുള്ള കൺസെപ്റ്റ് വേണം ആദ്യം കൊടുക്കാൻ. ഈ ഒരു പ്രിൻസിപ്പിളിലാണ് പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷനിൽ പറയുന്നത്. മോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ്, ദെൻ ദ സബ് കൺസെപ്റ്റ്സ്. പിന്നീട് സബ് കൺസെപ്റ്റുകൾ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഫിഷിനെ പറ്റി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫിഷ് എന്ന് പറയുന്ന മോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് നമ്മൾ ആദ്യം കൊടുക്കുക. ദെൻ പറയുക ഫ്രഷ് വാട്ടർ ഫിഷ് ഉണ്ട്, സലൈൻ വാട്ടർ ഫിഷ് ഉണ്ട്. ഇനി ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന മോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ്. ദെൻ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ലാംഗ്വേജിൽ പറയുകയാണെന്നെങ്കിൽ നമ്മൾ വിശേഷണങ്ങൾ എന്നുള്ളതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ വിശേഷണം എന്ന് പറയുന്നത് കൊടുക്കുക. ദെൻ നാമവിശേഷണം, ക്രിയാവിശേഷണം എന്നുള്ള സബ് കൺസെപ്റ്റുകൾ കൊടുക്കുക. ഈ ഒരു രീതിയിൽ പോകുന്നതിനെയാണ് പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. It refers to the order in which the information is to be presented, and we have to present the most general concept first, then the sub-concepts. രണ്ടാമത്തേതാണ് ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ. ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് കോഗ്നിറ്റീവ് ഡിഫറൻഷിയേഷൻ in which we are forming cross linkages from the new knowledge and the previous knowledge. പുതിയ അറിവും പഴയ അറിവും തമ്മിൽ ക്രോസ് ലിങ്കേജസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോളജ് ഒരു ഹയറാർക്കിക്കൽ ഓർഡറിൽ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. ഇനി അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ പുതിയ നോളജും പഴയ നോളജും തമ്മിൽ ഒരു ക്രോസ് ലിങ്കേജ് ഉണ്ടാക്കണം. ആ ക്രോസ് ലിങ്കേജ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അതൊരിക്കലും കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ മുഴച്ച് നിൽക്കാൻ പാടില്ല. അതായത് പഴയ നോളജും പുതിയ നോളജും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ മുഴച്ച് നിൽക്കണം. നമ്മൾ 2 കയറ് ചേർത്ത് കെട്ടുകയാണെങ്കിൽ അവിടെ ഒരു മുഴപ്പുണ്ടാകും. അങ്ങനെ മുഴച്ച് നിൽക്കാനായിട്ട് പാടില്ല. പകരം നമുക്കറിയാം തട്ടാൻ നമ്മുടെ മാലയൊക്കെ വിളക്കി ചേർക്കുന്ന പോലെ നമ്മൾ വളരെ കഷ്ടപ്പെടണം ഏത് പോർഷനിലാണ് ആ വിളക്കി ചേർത്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഒരു തട്ടാൻ എങ്ങനെയാണോ സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളി വിളക്കി ചേർക്കുന്നത് അതേപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുതിയ നോളജിനെയും പഴയ നോളജിനെയും ലിങ്ക് ചെയ്യേണ്ടുന്നത്. ആ ക്രോസ് ലിങ്കേജസ് ഒരിക്കലും കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ മുഴച്ചു നിൽക്കലുകൾ ഉണ്ടാക്കരുത്. അത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ക്രോസ് ലിങ്കേജ് ആയിരിക്കണം. അങ്ങനത്തെ രീതിയിൽ ആ ക്രോസ് ലിങ്കേജസ് ഉണ്ടാക്കണമെന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്.
മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്. സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പറയുക. സബ് കൺസെപ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ്, ദെൻ ദ ജനറൽ കൺസെപ്റ്റ്സ്. അത് കുട്ടിയുടെ പ്രീവിയസ് നോളജിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിട്ട് വേണം പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ ആണോ സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് ആണോ എന്നൊക്കെയുള്ള കാര്യം തീരുമാനിക്കാനായിട്ട്. അപ്പോൾ സബ് കൺസെപ്റ്റ്സ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ ജനറൽ കൺസെപ്റ്റ്. ഇപ്പം നമുക്കറിയാം കാർട്ടിലീജിയസ് ഫിഷ് ഉണ്ട്, ബോണി ഫിഷസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് പരിചയം ഈ ബോണി ഫിഷ് എന്നുള്ളൊരു മോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് പറയുന്നതിനേക്കാൾ നല്ലത് അവന് പരിചയമുള്ള അവൻ കഴിച്ചിട്ടുള്ള മത്തി, അയല തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് എന്തിലേക്ക് പോകണം, ജനറലൈസേഷനിലേക്ക് പോകണം എന്നുള്ളതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് പറയുന്നത്. അപ്പോൾ ഫ്രഷ് വാട്ടർ ആൻഡ് സലൈൻ വാട്ടർ പറയുന്ന സമയത്ത് പക്ഷേ നമുക്ക് എന്ത് വേണമായിരുന്നു, മോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് ആദ്യം പറയുന്നതാണ് നല്ലത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ കൺസെപ്റ്റ് ആദ്യം പറയണം, പിന്നെ അവിടെ നിന്ന് ഫ്രഷ് വാട്ടർ. ഇപ്പം നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആനിമൽസിൻ്റെ കുറേ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെയാണ് നമ്മൾ അതിനകത്ത് കാർണിവോറസ് ആരൊക്കെയാണ്, ഹെർബിവോറസ് ആരൊക്കെയാണ് എന്നുള്ളത് പഠിക്കുന്നത്. അപ്പം മോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് കൊടുക്കേണ്ടടുത്ത് മോസ്റ്റ് ജനറൽ കൺസെപ്റ്റ് കൊടുത്തിട്ട് സബ് കൺസെപ്റ്റിലേക്ക് പോകണം എന്നുള്ളതാണ് പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ പറയുന്നത്. അപ്പോൾ സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ സബ് കൺസെപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദ സബ് കൺസെപ്റ്റ് ഫസ്റ്റ്, ദെൻ വി ഹാവ് ടു മൂവ് ഓൺ ടു ദ ജനറലൈസേഷൻ എന്നുള്ളതാണ്. ലാസ്റ്റ് വണ്ണാണ് കോമ്പിനറ്റോറിയൽ ലേണിംഗ്. എല്ലാ ലേണിംഗ് സിറ്റുവേഷൻസിലും നമുക്ക് ഇതേപോലെ ഒരു ഹയറാർക്കി, അതായത് സബ് കൺസെപ്റ്റ് എന്നോ മേജർ കൺസെപ്റ്റ് എന്നോ പറയാനായിട്ട് സാധിക്കില്ല ചില സാഹചര്യങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സെയിം ലെവലിലുള്ള ലേണിംഗ് കൺസെപ്റ്റുകളെ നമുക്ക് സെയിം ലെവലിൽ നിർത്തേണ്ട സാഹചര്യങ്ങൾ വരാം. ഉദാഹരണം പറയാനാണെങ്കിൽ പോളിനേഷൻ ഇൻ പ്ലാന്റ്സ്, അതേപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ഓഫ് നമ്മുടെ തവളയുടെ മുട്ട, അതിൻ്റെ ഫെർട്ടിലൈസേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫ്രോക്സ് എഗ്, അപ്പോൾ ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ രണ്ടും എന്താണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് രണ്ടിടത്ത് സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടും നമുക്ക് തവളയിലെ ഫെർട്ടിലൈസേഷൻ അല്പം ലെവൽ കുറഞ്ഞതെന്നോ പൂക്കളിലെ ഫെർട്ടിലൈസേഷൻ അല്പം, ചെടികളിലെ ഫെർട്ടിലൈസേഷൻ ഒരല്പം ലെവൽ കൂടിയതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ലെവലിലുള്ള രണ്ട് കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ദ നോളജ് ഇസ് ഓഫ് സെയിം ലെവലിലെ നോളജ് പഠിപ്പിക്കുമ്പോൾ ഒന്നിൻ്റെ സഹായത്തോടു കൂടി അടുത്തതിനെ പഠിപ്പിക്കുന്നതാണ് കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിലെ പോളിനേഷൻ കുട്ടിക്ക് അറിയാം, അത് വെച്ചിട്ട് അവിടെ ഒരു മീഡിയം ഉണ്ട്, ചിലതിൽ കാറ്റാകാം, ചിലതിൽ പോളിനേഷനെ സഹായിക്കുന്നത് ഇൻസെക്ട്സ് ആകാം, അവിടെ ഒരു മീഡിയം ഉണ്ടാകാം. അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അപ്പോൾ അവിടെ ഒരു മീഡിയം ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ സഹായത്തോടു കൂടി സെയിം ലെവലിലുള്ള അടുത്ത ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോമ്പിനറ്റോറിയൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഒസ്ബലിൻ്റെ തിയറിയുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അഡ്വാൻസ് ഓർഗനൈസർ എന്നുള്ള കൺസെപ്റ്റ്, അഡ്വാൻസ് ഓർഗനൈസേഴ്സിൻ്റെ സഹായത്തോടു കൂടി കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ന്യൂ നോളജിനെ ആങ്കർ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു വാക്ക് പ്രധാനമാണ്, ആങ്കറിങ്, ANCHOR, നങ്കൂരമിടിക്കുക. നോളജ് കപ്പലൊക്കെ നങ്കൂരം ഇടിക്കുന്ന പോലെ ഉറപ്പിച്ച് നിർത്തുക, പുതിയ നോളജിനെ കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ഉറപ്പിച്ച് നിർത്തുക. അങ്ങനെ പുതിയ നോളജിനെ കുട്ടിയുടെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ഉറപ്പിച്ച് നിർത്തുമ്പോൾ മാത്രമാണ് മീനിങ് ലേണിംഗ് സാധ്യമാകുന്നത്. അങ്ങനെ പുതിയ നോളജിനെ പഴയ നോളജുമായി ഇഫക്റ്റീവായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് സബ്സ്യൂം ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഷുഡ് സബ്സ്യൂം ദ ന്യൂ നോളജ്. അങ്ങനെ സബ്സ്യൂം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആ സമയത്ത് ഉപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. വി ആർ ഓർഗനൈസിങ് ദ ലേണിംഗ് ഇൻ അഡ്വാൻസ്. അതിനുവേണ്ടി നമുക്ക് രണ്ട് തരത്തിലുണ്ട്, എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസേഴ്സും കമ്പാരറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് സബ്സംഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗിൽ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.